നമസ്കാരം സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് അറിയാമോ, നമ്മുടെ ശാസ്ത്രങ്ങളിലും നമ്മുടെ സനാതന ധർമ്മത്തിലും ചില രഹസ്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. അവ തലമുറകളായി നമ്മളിലേക്ക് ശരിയായി എത്തിയിട്ടില്ല. ചില കാര്യങ്ങൾ ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ മനസ്സിലാക്കിയാൽ അവ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും. ഇന്ന് ഞാൻ നിങ്ങൾക്ക് അത്തരമൊരു രഹസ്യം പറയാൻ പോകുന്നു. ഈ രഹസ്യം നിങ്ങളുടെ ജീവിതത്തിലെ ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും എന്നേക്കുമായി ഇല്ലാതാക്കാൻ കഴിയും. ഈ രഹസ്യം ഒരു വിധവയായ സ്ത്രീയുമായി ബന്ധപ്പെട്ടതാണ്. സമൂഹം ആ സ്ത്രീയെ പലപ്പോഴും സഹതാപത്തോടെയും ചില സമയങ്ങളിൽ അവഗണനയോടെയും കാണുന്നു. എന്നാൽ നമ്മുടെ പൂർവികർ, നമ്മുടെ ഋഷിമാർ ഒരു കാര്യം മനസ്സിലാക്കി. ഒരു വിധവയായ സ്ത്രീയിൽ ഒരു അത്ഭുതകരമായ ശക്തി ഒളിഞ്ഞിരിപ്പുണ്ട്. അത് ഒരു വരത്തേക്കാൾ ഒട്ടും കുറഞ്ഞതല്ല. ഇന്ന് ഞാൻ നിന്നോട് പറയാൻ പോകുന്ന ഒരു വിധവയായ സ്ത്രീയിൽ നിന്ന് അവൾ അറിയാതെ ഒരു ചെറിയ സാധനം എങ്ങനെ ചോദിച്ചു വാങ്ങാം എന്ന് നീ ഇത് ചെയ്താൽ വിശ്വസിക്കൂ, നിന്റെ ജീവിതത്തിൽ പണത്തിന്റെ മഴ പെയ്യുന്നത് പോലെ വരും. നീ സങ്കൽപ്പിക്കാൻ കഴിയാത്ത അത്രയും നിന്റെ കൈകൾ ഒരിക്കലും കാലിയാകില്ല. നിന്റെ വീട്ടിൽ ലക്ഷ്മി ദേവി സ്ഥിരമായി നിലനിൽക്കും. ഈ വീഡിയോ അവസാനം വരെ ശ്രദ്ധയോടെ കാണുക. കാരണം ഇത് ഒരു സാധാരണ മന്ത്രമോ ഉപായമോ അല്ല. ഇത് കർമ്മഭാഗ്യം പോലെ ഒരു ആഴത്തിലുള്ള രഹസ്യം. അത് ഞാൻ നിനക്ക് മുന്നിൽ വെളിപ്പെടുത്താൻ പോകുന്നു. ഈ രഹസ്യമായ യാത്രയിൽ എന്നോടൊപ്പം വന്ന് ഒരു വിധവയോട് രഹസ്യമായി ചോദിച്ചാൽ നീ നിന്റെ ജീവിതം മാറ്റാൻ കഴിയുന്ന ആ ഒരു വസ്തു എന്താണെന്ന് മനസ്സിലാക്കും. നമ്മുടെ ഹിന്ദു ധർമ്മത്തിൽ ഓരോ മനുഷ്യനും ഒരു പ്രത്യേക സ്ഥാനം നേടിയിരിക്കും. ഓരോരുത്തരിലും ദൈവത്തിന്റെ ഒരു അംശം ഉണ്ടാകും. എന്നാൽ ചില സാഹചര്യങ്ങളിൽ മനുഷ്യൻ ദൈവവുമായി വളരെ ആഴത്തിലുള്ള ബന്ധം പുലർത്തും. ഒരു സ്ത്രീ തന്റെ സർവസ്വവും തന്റെ സിന്ദൂരവും തന്റെ സൗഭാഗ്യവും നഷ്ടപ്പെട്ടപ്പോൾ അവൾ ഒരു അഗ്നിപരീക്ഷയിലൂടെ കടന്നുപോകുന്നു. അത് അവളെ സാധാരണ എന്നതിൽ നിന്ന് അസാധാരണമാക്കി മാറ്റുന്നു. സമൂഹം അവളെ ദരിദ്രയായി, ഒറ്റപ്പെട്ടവളായി കാണാം. എന്നാൽ ആത്മീയമായി അവൾ വളരെ ശക്തയാണ്. അവളുടെ തപസ്, അവളുടെ ത്യാഗം, അവളുടെ മൗനം, അവളുടെ ഓരോ ശ്വാസത്തിലും ഒരു ശക്തി കലർന്നിരിക്കുന്നു. അത് ഒരു യോഗി തപസ്വിയേക്കാൾ ഒട്ടും കുറവല്ല. അവളുടെ ബാഹ്യമായ അലങ്കാരം ഇല്ലാതാകും. എന്നാൽ അവളുടെ ഉള്ളിലെ പ്രകാശം 100 മടങ്ങ് വർദ്ധിക്കും. പണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ കൂടുതലും വലിയ കാര്യങ്ങളിലേക്ക് പോകുന്നു. സ്വർണം, വെള്ളി, വജ്രം, രത്നങ്ങൾ, ലക്ഷ്മി ദേവിയെ സന്തോഷിപ്പിക്കാൻ വലിയ വലിയ യാഗങ്ങളും വില കൂടിയ ദാനങ്ങളും ചെയ്യണമെന്ന് നമ്മൾ വിചാരിക്കുന്നു. എന്നാൽ നമ്മൾ മറന്നുപോകുന്നു, ദൈവത്തിന് വികാരങ്ങളോടാണ് ആഗ്രഹം. ആഡംബരത്തോടല്ല. ലക്ഷ്മി ദേവി അവിടെ തന്നെ താമസിക്കും. എവിടെ കർമ്മങ്ങളുടെ ശുദ്ധി ഉണ്ടോ അവിടെ മനസ്സിൽ കളങ്കം ഉണ്ടായിരിക്കില്ല. എവിടെ ഒരു തപസ്വിയുടെ അനുഗ്രഹമുണ്ടോ അവിടെ ഒരു വിധവയായ സ്ത്രീ തന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ദുഃഖം അനുഭവിക്കുന്നു. സംസാര മായയിൽ നിന്ന് വളരെ ദൂരം അകന്നു നിൽക്കുന്ന ഒരു സ്ത്രീ. അവൾ ഒരു സഞ്ചരിക്കുന്ന തപസ്വിക്ക് കുറഞ്ഞവളല്ല. അവളുടെ വൈരാഗ്യമാണ് അവളുടെ ഏറ്റവും വലിയ ശക്തി. ഇപ്പോൾ യഥാർത്ഥ ചോദ്യം എന്തെന്നാൽ, അത്തരം ഒരു സ്ത്രീയോട് നമ്മൾ എന്ത് ചോദിക്കണം? പണം ചോദിക്കണോ? ഏതെങ്കിലും ഒരു വസ്തു ചോദിക്കണോ? ഇല്ല, അവയെല്ലാം വളരെ ചെറിയ കാര്യങ്ങളാണ്. നിങ്ങൾ അവരോട് അത് ചോദിച്ചാൽ ഒരുപക്ഷേ നിങ്ങൾക്ക് അത് ലഭിച്ചേക്കാം. പക്ഷേ ആ ഫലം താൽക്കാലികം മാത്രമാണ്. നമ്മൾ പറയാൻ പോകുന്ന കാര്യം ഭൗതികമല്ല, അത് ആത്മീയമാണ്. അത് നിങ്ങളുടെ ഭാഗ്യത്തെ നേരിട്ട് സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ്. ആ വിധവയോട് നിങ്ങൾ ചോദിക്കേണ്ടത് അവളുടെ ദുഃഖത്തിന്റെ ഒരു ചെറിയ ഭാഗമാണ്. അത്ഭുതപ്പെട്ടു അല്ലേ? ആരെങ്കിലും ദുഃഖം എന്തിനാണ് ചോദിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. നമ്മൾ ക്ഷേത്രത്തിൽ ദൈവത്തോട് നമ്മുടെ ദുഃഖങ്ങൾ നീക്കാൻ പ്രാർത്ഥിക്കുന്നു.
അങ്ങനെയെങ്കിൽ ആരുടെയെങ്കിലും ദുഃഖത്തിന്റെ ഒരു ഭാഗം ചോദിച്ചാൽ നമുക്ക് എങ്ങനെ സമ്പത്ത് വരും? ഇതാണ് ആ രഹസ്യം. ഇത് വലിയ വലിയ ജ്ഞാനികൾക്കും പണ്ഡിതന്മാർക്കും പോലും മനസ്സിലാക്കാൻ കഴിയില്ല. ഇത് കർമ്മ സൂക്ഷ്മ സിദ്ധാന്തമാണ്. അതിനെ നിനക്ക് മുൻപിൽ വെളിപ്പെടുത്താൻ പോകുന്ന ഇത് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം സുഖ ദുഃഖങ്ങളുടെ ചക്രത്തെ മനസ്സിലാക്കണം. ഓരോ മനുഷ്യനും തന്റെ പ്രാരബ്ധം കഴിഞ്ഞ ജന്മങ്ങളിലെ കർമ്മഫലങ്ങളെ ഈ ജന്മത്തിൽ അനുഭവിക്കുന്നു. ദാരിദ്ര്യം, രോഗം, അപമാനം ഇവയെല്ലാം നമ്മുടെ മോശം കർമ്മങ്ങളുടെ ഫലങ്ങളാണ്. ഒരു സ്ത്രീ തന്റെ ഭർത്താവിനെ നഷ്ടപ്പെട്ടാൽ അത് അവളുടെ ജീവിതത്തിലെ വളരെ വലിയ പരീക്ഷണങ്ങളിൽ ഒന്നാണ്. ആ ദുഃഖം അവളുടെ കഴിഞ്ഞ ജന്മങ്ങളിലെ മോശം കർമ്മങ്ങളെ ഒറ്റയടിക്ക് ചാരമാക്കും. ആ ദുരിതത്തിന്റെ തീയിൽ അവൾ ദഹിച്ചു സ്വർണമായി മാറുന്നു. അവളുടെ ഓരോ കണ്ണീരും ഓരോ കരച്ചിലും അവളുടെ കർമ്മങ്ങളുടെ കളങ്കത്തെ കഴുകിക്കളയുന്നു. ഈ പ്രക്രിയയിൽ ആ സ്ത്രീ ആത്മീയമായി വളരെ ശുദ്ധയും ശക്തിശാലിയുമായി മാറുന്നു. അവളുടെ പ്രാർത്ഥനകളിലും അവളുടെ ആശീർവാദത്തിലും അവളുടെ ശാപത്തിലും പോലും വലിയ ശക്തിയുണ്ടാകും. അതുകൊണ്ടാണ് ഒരു വിധവയെ ഒരിക്കലും ഉപദ്രവിക്കരുതെന്ന് പറയുന്നത്. അവളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നത് നിങ്ങളുടെ ദൗർഭാഗ്യത്തെ ക്ഷണിക്കുന്നതിന് തുല്യമാണ്. ഇപ്പോൾ യഥാർത്ഥ രഹസ്യം എന്തെന്നാൽ അവളുടെ ദുഃഖം കേൾക്കുന്നതിലൂടെ നിന്റെ ഭാഗ്യം എങ്ങനെ പ്രകാശിക്കും. നീ യഥാർത്ഥ മനസ്സോടെ, പൂർണ്ണ കരുണയോടെ, സ്വാർത്ഥതയില്ലാത്ത ചിന്തയോടെ ഒരു വിധവയായ സ്ത്രീയോട് ചെന്ന് മനസ്സിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ, അമ്മേ, നീ അനുഭവിക്കുന്ന ഈ ദുഃഖത്തിൽ ഒരു ചെറിയ ഭാഗം എനിക്ക് തരൂ, നിന്റെ ഭാരം കുറയണം എന്ന്. അപ്പോൾ നീ യഥാർത്ഥത്തിൽ ദുഃഖം ചോദിക്കുകയല്ല, നീ പ്രപഞ്ചത്തിലേക്ക് ഒരു ശക്തമായ സന്ദേശം അയക്കുകയാണ്. നിന്റെ മനസ്സിൽ എത്ര കരുണയുണ്ട്, എത്ര മനുഷ്യ സ്നേഹമുണ്ട് എന്ന് നീ കാണിക്കുകയാണ്. ആരുടെ ദുഃഖം കുറയ്ക്കുന്നതിന് വേണ്ടി നീ കഷ്ടപ്പാടുകൾ സഹിക്കാൻ തയ്യാറാണെന്ന് നീ പറയുന്നു. ഇത് സ്വാർത്ഥതയിൽ നിന്ന് പരമാർത്ഥത്തിലേക്കുള്ള ഒരു വലിയ ചുവടുവെപ്പാണ്. ആ നിമിഷം തന്നെ നിന്റെ ഭാഗ്യത്തിന്റെ വാതിലുകൾ തുറക്കാൻ തുടങ്ങും. കാരണം ദാരിദ്ര്യം എന്നത് പണമില്ലായ്മ മാത്രമല്ല, അതൊരു മാനസികാവസ്ഥയാണ്, ആത്മീയ തടസ്സമാണ്. ഇത് നമ്മളിലുള്ള സ്വാർത്ഥതയുടെയും അത്യാഗ്രഹത്തിന്റെയും ഇടുങ്ങിയ ചിന്തകളുടെയും പ്രകടനമാണ്. നമ്മൾ നമുക്ക് വേണ്ടി മാത്രം കേൾക്കുമ്പോൾ, നമ്മുടെ സുഖഭോഗങ്ങൾക്കായി പ്രാർത്ഥിക്കുമ്പോൾ, നാം ആ ഇടുങ്ങിയ കാഴ്ചപ്പാടിൽ കുടുങ്ങിപ്പോകുന്നു. എന്നാൽ നീ ആരുടെ ദുഃഖങ്ങളിൽ പങ്കെടുക്കാൻ ധൈര്യപ്പെട്ടുവോ, നിന്റെ അനുഭവത്തെ വികസിപ്പിക്കും. ഞാൻ എന്നതിൽ നിന്ന് പുറത്തുവന്ന് നാം എന്ന വികാരവുമായി ബന്ധപ്പെടുക. ഈ വികാരമാണ് ലക്ഷ്മിദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. ലക്ഷ്മിദേവി വെറും പണത്തിന്റെ ദേവതയല്ല, അവൾ സമൃദ്ധിയുടെ ദേവതയാണ്. സമൃദ്ധി എന്നാൽ വികാസം, വ്യാപനം. നിന്റെ ചൈതന്യം വികസിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ സമൃദ്ധിയും വികസിക്കുന്നു. ഇപ്പോൾ കർമ്മഗണിതം മനസ്സിലാക്കുക. നീ ആരുടെ ദുഃഖത്തിൽ ഒരു അംശം ചോദിച്ചുവോ, നീ അവരുടെ കർമ്മങ്ങളുടെ ഭാരത്തിൽ ഒരു ചെറിയ ഭാഗം നിന്റെ മേൽ ഏറ്റെടുക്കുന്നു. ഇതൊരു വലിയ പുണ്യകാര്യമാണ്. വലിയ വലിയ യാഗങ്ങളെയും ദാനങ്ങളെയും കാൾ ശ്രേഷ്ഠമാണിത്. കാരണം യാഗങ്ങളിലും ദാനങ്ങളിലും എവിടെയെങ്കിലും പേരും പ്രശസ്തിയും എന്ന ആഗ്രഹം ഒളിഞ്ഞിരിക്കാം. എന്നാൽ ഒരാളുടെ ദുഃഖം രഹസ്യമായി കേൾക്കുന്നതിൽ ഒരു ആഡംബരമോ സ്വാർത്ഥതയോ ഉണ്ടായിരിക്കില്ല. ഇത് ആത്മാവിൽ നിന്ന് പരമാത്മാവിലേക്ക് നേരിട്ട് ചെയ്യുന്ന ഒരു കർമ്മമാണ്. നീ ഇങ്ങനെ ചെയ്യുമ്പോൾ ആ സ്ത്രീ കർമ്മങ്ങളുടെ ദുഃഖത്തിൽ ഒരു ഭാഗം നീ ഏറ്റെടുക്കുന്നു. പ്രപഞ്ചത്തിന്റെ നിയമം എന്തെന്നാൽ ശക്തി ഒരിക്കലും നശിക്കുന്നില്ല, രൂപം മാറുന്നു. നിങ്ങൾ ആ കർമ്മശക്തിയെ നിങ്ങളുടെ മേൽ ഏറ്റെടുക്കുമ്പോൾ അത് ദുഃഖമായി നിങ്ങളിലേക്ക് വരില്ല. കാരണം നിങ്ങൾ അതിനെ കരുണയോടെ സ്വീകരിച്ചു. നിങ്ങളുടെ മികച്ച വികാരം അത് കരുണ നെഗറ്റീവ് ഊർജത്തെ പോസിറ്റീവ് ഊർജമാക്കി മാറ്റുന്നു.
ആ കർമ്മ നിങ്ങളുടെ പുണ്യ അക്കൗണ്ടിൽ വരവ് വെക്കപ്പെടും. നിങ്ങളുടെ ഒരു പ്രവൃത്തി കൊണ്ട് നിങ്ങളുടെ പല ജന്മങ്ങളിലെ പാപങ്ങൾ കഴുകപ്പെടും. നിങ്ങളുടെ ദാരിദ്ര്യത്തിന് കാരണമായ, നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിച്ച ദുഷ്കർമ്മങ്ങൾ ഈ പുണ്യ അഗ്നിയിൽ ചാരമാകും. ഈ തടസ്സങ്ങൾ നീങ്ങിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ പണത്തിന്റെ സമൃദ്ധി താനെ ആരംഭിക്കും. ഇത് ഒരു പൈപ്പിൽ മാലിന്യം കുടുങ്ങി വെള്ളം നിന്നുപോയതുപോലെയാണ്. നിങ്ങൾ എത്ര ശ്രമിച്ചാലും ആ മാലിന്യം നീക്കം ചെയ്യുന്നത് വരെ വെള്ളം വരില്ല. നിങ്ങളുടെ ദുഷ്കർമ്മങ്ങളാണ് ആ മാലിന്യം. മറ്റൊരാളുടെ ദുഃഖം സ്വാർത്ഥതയില്ലാതെ പങ്കിടാനുള്ള ഈ വികാരം ആ മാലിന്യം നീക്കം ചെയ്യാനുള്ള ശക്തിയാണ്. ഇപ്പോൾ ചോദ്യം, ഇതെങ്ങനെ ചെയ്യും എന്നതാണ്. ഒരു വിധവയുടെ അടുത്ത് പോയി നേരിട്ട് പറയണോ? ഇല്ല, അത് സാധ്യമല്ല. അങ്ങനെ ചെയ്താൽ അവൾ നിന്നെ ഒരു ഭ്രാന്തനായി കരുതാം, അല്ലെങ്കിൽ അവളുടെ മനസ്സ് കൂടുതൽ വേദനിക്കാം. ഓർക്കുക, ഇതൊരു രഹസ്യ പ്രവർത്തനമാണ്. ഇത് രഹസ്യമായി പറയാതെ ചെയ്യണം. ശരിയായ രീതി എന്താണെന്ന് ഞാൻ നിനക്ക് വിശദമായി പറയാം. ആദ്യം നിന്റെ ചിന്ത എങ്ങനെയായിരിക്കണം എന്ന് മനസ്സിലാക്കുക. ഈ ഉപായം ഒരിക്കൽ ശ്രമിച്ചു നോക്കാം. ഒരുപക്ഷേ ഞാൻ പണക്കാരനായി മാറിയേക്കാം എന്ന് വിചാരിച്ചാൽ ഇത് ഫലിക്കില്ല. കാരണം ഇവിടെയും നിന്റെ സ്വാർത്ഥത ഒളിഞ്ഞിരിപ്പുണ്ട്. നിന്റെ മനസ്സ് പൂർണ്ണമായും ശുദ്ധമായിരിക്കണം. നിന്റെ ഹൃദയത്തിൽ ആ സ്ത്രീയോട് യഥാർത്ഥ ദയയും ബഹുമാനവും ഉണ്ടായിരിക്കണം. നീ അവളെ ഒരു സാധാരണ സ്ത്രീയായി കാണാതെ ത്യാഗവും തപസ്സും നിറഞ്ഞവളായി കാണണം. അവളുടെ വേദന നീ യഥാർത്ഥത്തിൽ അനുഭവിക്കണം. നിന്റെ ഹൃദയം ഈ ദയാൽ നിറഞ്ഞിരിക്കും. അവളുടെ ദുരിതം കണ്ട് നിങ്ങളുടെ കണ്ണുകളിൽ ശരിക്കും കണ്ണുനീർ വന്നാൽ അപ്പോൾ നിങ്ങൾ ഈ രഹസ്യക്രിയയ്ക്ക് തയ്യാറാണെന്ന് അർത്ഥം. ഇതൊരു സാധനയാണ്. ഒരു യോഗി ദൈവത്തെ പ്രാപിക്കാൻ പരിശീലിക്കുന്നത് പോലെ ഇത് ദാരിദ്ര്യം ഇല്ലാതാക്കാനുള്ള പരിശീലനമാണ്. ഈ പരിശീലനത്തിന്റെ ആദ്യപടി നിങ്ങളിൽ കരുണ ഉണർത്തുക എന്നതാണ്. ഇപ്പോൾ ഇത് എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ പറയാം. ആദ്യം, നിങ്ങൾക്ക് ചുറ്റും യഥാർത്ഥത്തിൽ കഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ സാത്വികമായ മതപരമായ ജീവിതം നയിക്കുന്ന ഒരു വിധവയെ കണ്ടെത്തുക. അവൾ ഒരു ബന്ധുവോ അയൽക്കാരനോ അല്ലെങ്കിൽ ദൂരെ നിങ്ങൾക്ക് അറിയുന്ന ഒരാളോ ആകാം. പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ അവളോട് നിങ്ങളുടെ മനസ്സിൽ ബഹുമാനം ഉണ്ടായിരിക്കണം. ഇപ്പോൾ നിങ്ങൾ അവൾക്ക് രഹസ്യമായി സഹായം നൽകണം. ആ സഹായം നിങ്ങൾ അവൾക്ക് ചെയ്തതാണെന്ന് അവൾക്ക് അറിയാൻ പാടില്ല. നിങ്ങൾ അവളുടെ വീടിനടുത്ത് രഹസ്യമായി സാധനങ്ങൾ വെക്കാം. ആരെങ്കിലും വഴി കുറച്ച് പണം അയക്കാം. അവൾക്ക് കുട്ടികളുണ്ടെങ്കിൽ അവരുടെ പഠനച്ചെലവ് രഹസ്യമായി ഏറ്റെടുക്കാം. ശൈത്യകാലമാണെങ്കിൽ അവർക്ക് ഒരു പുതപ്പോ ചൂടുള്ള വസ്ത്രങ്ങളോ നൽകാം. ദാനമോ സഹായമോ ചെറുതായാലും വലുതായാലും അത് പ്രധാനമല്ല. പ്രധാനം അത് രഹസ്യമായി സൂക്ഷിക്കുക എന്നതാണ്. നിങ്ങൾ ചെയ്ത സഹായം അഭിമാനത്തോടെ പറഞ്ഞാൽ അതിന്റെ പുണ്യം നശിച്ചുപോകും. രഹസ്യ ദാനത്തിന്റെ ഫലം അതിരുകളില്ലാത്തത്ര വലുതായിരിക്കും. നിങ്ങൾ ഈ സഹായം ചെയ്യുമ്പോൾ അവൾ വീടിനടുത്ത് സാധനങ്ങൾ വെച്ചാലും അല്ലെങ്കിൽ മറ്റാരെങ്കിലും വഴി പണം അയച്ചാലും ആ സമയത്ത് കണ്ണുകൾ അടച്ച് മനസ്സിൽ പൂർണ്ണ ശ്രദ്ധയോടും ദയോടും ഇങ്ങനെ പ്രാർത്ഥിക്കണം. ഓ ലോക ജനതയെ സൃഷ്ടിച്ച അമ്മേ, അങ്ങയുടെ ത്യാഗത്തിനും അങ്ങയുടെ തപസ്സിനും നമസ്കാരം. അങ്ങയുടെ ദുരിതവും അങ്ങയുടെ ദുഃഖവും എനിക്ക് അനുഭവിക്കാൻ കഴിയും. അങ്ങയുടെ ഈ ദുഃഖം അങ്ങയുടെ കർമ്മങ്ങളുടെ ഫലമാണെന്ന് എനിക്ക് അറിയാം. എന്നാൽ അങ്ങയുടെ ഈ ഭാരം എനിക്ക് കുറയ്ക്കാൻ ആഗ്രഹമുണ്ട്. ദയവായി അങ്ങയുടെ ദുഃഖത്തിലും അങ്ങയുടെ ദുരിതത്തിലും ഒരു ചെറിയ ഭാഗം എനിക്ക് നൽകുക. ഞാൻ അത് എന്റെ ഭാഗ്യമായി കണക്കാക്കും. അങ്ങയുടെ ജീവിതം കുറച്ചുകൂടി എളുപ്പമാക്കാൻ ഞാൻ അങ്ങയുടെ ദുഃഖങ്ങളിൽ
പങ്കാളിയാകും. എന്നോട് ഈ കരുണ ചെയ്യുക. ഈ ചെറിയ പ്രാർത്ഥന നിങ്ങൾ മനസ്സിൽ ചെയ്യണം. ഇതാണ് ഞാൻ ആദ്യം ചോദിക്കുന്നത്. നിങ്ങൾ അവളിൽ നിന്ന് പണം, സുഖം എന്നിവ ചോദിക്കുന്നില്ല, അവളുടെ ദുഃഖത്തിൽ പങ്കു ചോദിക്കുന്നു. ഇതാണ് ചോദിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ലോകത്തിലെ ഓരോ സുഖവും നൽകും. ഈ പ്രാർത്ഥന ചെയ്യുമ്പോൾ നിങ്ങൾ പ്രകൃതിയുടെ നിയമത്തെ നിങ്ങളുടെ പക്ഷത്തേക്ക് മാറ്റുന്നു. നിങ്ങൾ ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഗുണമായ കരുണയെ സ്വന്തമാക്കുന്നു. നിങ്ങൾ ഒരു സാധാരണ മനുഷ്യനായിരിക്കില്ല. കഷ്ടപ്പെടുന്ന ഒരാളെ സഹായിക്കുന്ന ദൈവത്തിന്റെ കൈയായി നിങ്ങൾ മാറും. ഈ പ്രവൃത്തി ചെയ്ത ശേഷം നിങ്ങൾ ഇത് മറക്കണം. ഞാൻ ഉപായം ചെയ്തു, എന്നിട്ടും എന്തുകൊണ്ടാണ് ഫലം വരാത്തതെന്ന് വീണ്ടും വീണ്ടും ചിന്തിക്കരുത്. വിത്ത് വിതച്ച ശേഷം അതിന് സമയം നൽകണം. നിങ്ങൾ നിങ്ങളുടെ കർമ്മ വിത്ത് വിതച്ചു. ഇപ്പോൾ അത് മുളയ്ക്കാൻ സമയം നൽകുക. നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്തുകൊണ്ട് വെള്ളം ഒഴിക്കുന്ന ജോലി ചെയ്തുകൊണ്ടേയിരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഓരോന്നായി അത്ഭുതങ്ങൾ സംഭവിക്കാൻ തുടങ്ങുന്നത് നിങ്ങൾ കാണും. വർഷങ്ങളായി മുടങ്ങിക്കിടന്ന ജോലികൾ പൂർത്തിയാകും. പണം വരാൻ പുതിയ പുതിയ വഴികൾ തുറക്കും. നിങ്ങൾക്ക് കടമുണ്ടെങ്കിൽ അത് തീർക്കപ്പെടും. വീട്ടിൽ വഴക്കുകളുണ്ടെങ്കിൽ സമാധാനം വരും. കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത ഒരു ശക്തി നിങ്ങൾക്ക് സഹായിക്കാൻ കഴിഞ്ഞു എന്ന് തോന്നും. ഇത് ആ വിധവയുടെ അനുഗ്രഹമല്ല. നിങ്ങൾ അവൾക്ക് എന്ത് ചെയ്തു എന്ന് അവൾക്ക് അറിയില്ലായിരിക്കാം. ഇത് ആരുടെ ദുഃഖം പങ്കുവെക്കണം എന്ന് ആഗ്രഹത്താൽ നിങ്ങൾ സമ്പാദിച്ച പുണ്യത്തിന്റെ ഫലമാണ്. ഇത് നിങ്ങളുടെ നിസ്വാർത്ഥമായ വികാരത്താൽ സന്തോഷിച്ച പരമാത്മാവിന്റെ അനുഗ്രഹമാണെന്ന് ഓർക്കുക. ഇതൊരു മാന്ത്രിക വഴിയല്ല. ഇന്ന് ചെയ്താൽ നാളെ കോടീശ്വരനാകുമെന്ന് അർത്ഥമില്ല. ഇത് കർമ്മ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നു. നിങ്ങളുടെ കർമ്മങ്ങൾ എത്രത്തോളം ശുദ്ധമാണോ, നിങ്ങളുടെ ചിന്തകൾ എത്രത്തോളം ശുദ്ധമാണോ, അത്രയും വേഗത്തിൽ അത്രയും വലിയ ഫലം ലഭിക്കും. ഈ ക്രിയ നിങ്ങളുടെ ജീവിതത്തിൽ കുറഞ്ഞത് ഒരു തവണയെങ്കിലും പൂർണ്ണ ശ്രദ്ധയോടെ ചെയ്യണം. നിങ്ങൾ സമർത്ഥനാണെങ്കിൽ ഇത് നിങ്ങളുടെ ശീലമാക്കുക. എപ്പോഴെങ്കിലും ഒരു അവസരം ലഭിച്ചാൽ ആവശ്യമുള്ള ഒരു വിധവയ്ക്ക് രഹസ്യമായി സഹായം ചെയ്ത് ഈ പ്രാർത്ഥന മനസ്സിൽ വീണ്ടും വീണ്ടും പറയുക. നിങ്ങൾ മറ്റുള്ളവരുടെ ദുഃഖഭാരം കുറയ്ക്കാൻ എത്ര ശ്രമിക്കുന്നുവോ അത്രയും നിങ്ങളുടെ ജീവിതം സന്തോഷത്താലും സമ്പൽ സമൃദ്ധിയാലും നിറയും. ഇത് സനാതന ധർമ്മത്തിലെ വളരെ ആഴത്തിലുള്ള രഹസ്യമായ ജ്ഞാനമാണ്. നമ്മുടെ ഋഷിമാർ ദാനത്തിന്റെ പ്രാധാന്യം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഏറ്റവും വലിയ ദാനം ഏതാണെന്ന് വെച്ചാൽ അത് രഹസ്യമായി യാതൊരു ഒന്നും പ്രതീക്ഷിക്കാതെ ഒരാളുടെ ദുഃഖം കുറയ്ക്കുക എന്ന ഉദ്ദേശ്യത്തോടെ ചെയ്യുന്നതാണ് അതെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു വിധവയോട് അവളുടെ ദുഃഖങ്ങളിൽ ഒരു അംശം ചോദിക്കുമ്പോൾ അവൾ ഒറ്റയ്ക്കല്ല എന്ന തോന്നൽ നീ അവളിൽ ഉണ്ടാക്കുന്നു. നിന്റെ ഈ മൗന പ്രാർത്ഥന, ഈ രഹസ്യ സഹായം അവളിൽ ഒരു പോസിറ്റീവ് ഊർജമായി എത്തുന്നു. അവൾക്ക് ആരാണ് ചെയ്തെന്ന് അറിയില്ലെങ്കിലും ദൈവം തന്നോടൊപ്പം ഉണ്ടെന്ന് തോന്നും. ഒരു തപസ്വിയുടെ ഹൃദയത്തിൽ നിന്ന് നിനക്കു വേണ്ടി അങ്ങനെ ഒരു അനുഗ്രഹം വന്നാൽ അതിനെ ആർക്കും തടയാൻ കഴിയില്ല എന്നതിനാൽ അടുത്ത തവണ ഒരു വിധവയെ നീ കാണുമ്പോൾ അവളെ ദയനീയമായ കണ്ണുകളോടെ നോക്കരുത്. ബഹുമാനത്തോടെ നോക്കുക. അവളെ ഒരു തപസ്വിനിയായി, ആത്മീയ ശക്തികളുടെ കലവറയായി കാണുക. നിന്റെ മനസ്സിൽ യഥാർത്ഥമായ കാരുണ്യം തോന്നിയാൽ രഹസ്യമായി അവൾക്ക് സഹായം ചെയ്ത് അവളുടെ ദുഃഖത്തിൽ ഒരു അണുവായിരിക്കുക. ഈ ഒരു അണു നിങ്ങളുടെ ജീവിതത്തിൽ ദാരിദ്ര്യം എന്ന മലയെ സ്ഥിരമായി നീക്കം ചെയ്യും. നിങ്ങളുടെ ജീവിതത്തെ സുഖം, ശാന്തി, സമൃദ്ധി എന്നിവയാൽ നിറയ്ക്കും. ഈ ധ്യാനം സാധാരണമായതല്ല. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തനത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. കർമ്മത്തിൽ വിശ്വസിക്കുക. മനസ്സിന്റെ പരിശുദ്ധിയിൽ വിശ്വസിക്കുക.
അപ്പോൾ നോക്കൂ നിങ്ങളുടെ ജീവിതം എങ്ങനെ മാറുന്നു എന്ന്. ഇന്ന് ഞാൻ പറഞ്ഞ ഈ രഹസ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല മാറ്റത്തെ കൊണ്ടുവരും എന്ന് വിശ്വസിക്കുന്നു. ഈ വിവരം നിനക്ക് ഒരു പുസ്തകത്തിലും ലഭിക്കാതെ പോകാം, കാരണം ഇത് അനുഭവമാണ്, ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ വീഡിയോ നിനക്ക് ഇഷ്ടപ്പെട്ട് ഇതിലുള്ള വിവരം പ്രധാനപ്പെട്ടതായി തോന്നിയാൽ ഈ വീഡിയോയെ ലൈക്ക് ചെയ്യുക. ഈ വിവരം നിങ്ങളിൽ തന്നെ സൂക്ഷിക്കരുത്. നിങ്ങളുടെ സുഹൃത്തുക്കളുമായും കുടുംബാംഗങ്ങളുമായും പങ്കിടുക. നിങ്ങളുടെ പങ്കുവെക്കൽ ഒരാളുടെ ജീവിതം മാറ്റിയേക്കാം. ഇതുപോലുള്ള ആഴത്തിലുള്ളതും രഹസ്യവുമായ വിവരങ്ങളുള്ള വീഡിയോകൾ ഭാവിയിലും കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി അടുത്തുള്ള ബെൽ ഐക്കണും അമർത്തുക. ഇതുവഴി ഞങ്ങൾ പുതിയ വീഡിയോ പുറത്തിറക്കുമ്പോൾ നിങ്ങൾക്ക് ഉടനടി അറിയിപ്പ് ലഭിക്കും. നിങ്ങളുടെ ജീവിതം മംഗളകരമാകട്ടെ. നന്ദി.